നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പിണറായി ഭരണം വരേണ്യ വർഗത്തിനു വേണ്ടി മാത്രമാണെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ ടൗണിലും സമീപ പ്രദേശങ്ങളിലും റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുകയാണ്. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പണികളിൽ വൻ അഴിമതിയുള്ളതായി ആരോപണം. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മുതൽ പഴേരിക്കണ്ടം വരെയുള്ള റോഡിൽ വാഹനയാത്ര ദുരിതമാകുന്നു. ചന്ദനം മുറിച്ചു കടത്തുന്നതിനിടെ തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 2 പേർ കുമളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായി. വാർത്തകൾ വിശദമായി. പിണറായി ഭരണം വരേണ്യ വർഗത്തിനു വേണ്ടി മാത്രമാണെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ മുഖ്യ പ്രഭാഷണം നടത്തി. കേരളത്തിലെ ഇടതുഭരണം പാർട്ടിക്കാർക്കും സമ്പന്നർക്കും വേണ്ടി മാത്രം നടത്തുന്നതാണെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് പറഞ്ഞു. സാധാരണക്കാരെയും പട്ടിണിക്കാരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അവഗണിക്കുന്ന സർക്കാർ IAS-കാർക്കും IPS-കാർക്കും യഥാസമയം DAയും ആനുകൂല്യങ്ങളും അനുവദിക്കുകയും PSC അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ലക്ഷങ്ങൾ വർദ്ധിപ്പിച്ച് നൽകുകയും ചെയ്യുന്ന സർക്കാർ ആശാവർക്കർമാരുടെ സമരത്തെ അവഗണിക്കുകയും അവഹേളിക്കുകയും ചെയ്യുകയാണ്. ക്ഷാമാശ്വാസം അനുവദിക്കുക, അനുവദിച്ച ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക നൽകുക, പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓരോ ഗവൺമെന്റിനും കാലാകാലങ്ങളായി അവരുടെ ആജ്ഞാനുവർത്തികളായി അല്ലെങ്കിൽ അവരെ സേവിക്കുന്നതിന്, അതുപോലെ തന്നെ ഈ നാടിനെ സേവിക്കുന്നതിന് വേണ്ടിയൊക്കെ ഗവൺമെന്റിന്റെ ഭാഗമായി നിലകൊണ്ടിട്ടുള്ള വ്യക്തികളാണ് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരും. നമുക്കറിയാം, ജീവിതത്തിന്റെ നല്ല ഒരു കാലഘട്ടം മുഴുവൻ ഈ ഒരു രംഗത്ത് പ്രവർത്തിക്കുകയും അത് ഈ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി, അതുപോലെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന നിരവധിയായ സംഘടനാ പ്രതിനിധികളൊക്കെ അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സർവീസിലിരിക്കുന്ന കാലത്ത് ഒക്കെ സമരരംഗത്ത് കടന്നു വന്നിട്ടുള്ളവരാണ്. അങ്ങനെ നിരവധിയായ സമരത്തിലൂടെയൊക്കെ അവർ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ അവർ സർവീസിൽ നിന്ന് വിരമിച്ചതിന് ശേഷവും അവരുടെ പെൻഷൻ സംഘടനകളിലൊക്കെ വളരെ പണിപ്പെട്ട് വളരെ കഷ്ടപ്പെട്ടൊക്കെ അവര് തെരുവോരങ്ങളിൽ ഇറങ്ങി സർക്കാരിന്റെ കണ്ണു തുറപ്പിച്ച് നേടിയെടുത്ത നിരവധിയായ ചെറിയ ആനുകൂല്യങ്ങളൊക്കെ അതില്ലാതാകുന്ന ഒരവസ്ഥയിലേക്കാണെന്ന് എത്തിയിരിക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് ഐവാൻ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി TJ പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി. TM ജോയി, NV പൗലോസ്, ജോജോ ജെയിംസ്, KS ഹസൻകുട്ടി, റോയി സെബാസ്റ്റ്യൻ, ഡാലി തോമസ്, ഗർവാസിസ്, K സക്കറിയാസ്, സ്റ്റീഫൻ ജോർജ്, ഷെല്ലി ജോൺ, OS മാത്യു, ജോളി മുരിങ്ങമറ്റം, SG സുദർശനൻ, TJ ലാലി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ടൗണിലും സമീപ പ്രദേശങ്ങളിലും റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. പ്രധാനമായും മങ്ങാട്ടുകവല വെങ്ങലൂർ ബൈപ്പാസ് റോഡിലാണ് കുഴികൾ ഏറെയും. ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുകയാണ്. തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രികൾ വർദ്ധിച്ചതോടെ പൊതുമരാമത്ത് വകുപ്പിൽ ആളുകൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നതിന് അവസരം ഒരുക്കുന്നതിന് ഉദ്യോഗസ്ഥരിൽ ചിലർ പരിശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കുഴിയിൽ വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ എത്തുന്നവർക്ക് ലക്ഷങ്ങളുടെ വിവിധ പാക്കേജുകളാണ് സ്വകാര്യ ആശുപത്രികൾ നൽകുന്നത്. സർക്കാർ ആശുപത്രിയിലെത്തിയാൽ സൗകര്യങ്ങളുണ്ടെങ്കിലും പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന സാഹചര്യമാണ്. തൊടുപുഴ ടൗണിലും സമീപ പ്രദേശങ്ങളിലും റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. പ്രധാനമായും മങ്ങാട്ടുകവല വെങ്ങല്ലൂർ ബൈപ്പാസ് റോഡിലാണ് കുഴികളേറെയും.
മഴ പെയ്ത വെള്ളം റോഡിലൂടെ ഒഴുകുമ്പോൾ കുഴികൾ ശ്രദ്ധയിൽപ്പെടാതെ ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുകയാണ്. 1 മാസം മുൻപ് തൊടുപുഴ സ്വദേശി സന്തോഷ് അർക്കൽ കുഴിയിൽ വീണ സ്കൂട്ടർ മറിഞ്ഞ് തോളെല്ലിന് പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിലാണ്. അപകട വിവരം അറിഞ്ഞ അടുത്ത ദിവസം പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കുഴികളിൽ ടാർ മിശ്രിതം ഇട്ടെങ്കിലും വീണ്ടും കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചുങ്കം ഭാഗത്ത് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ കുഴിയിൽ വീണെങ്കിലും തലനാരിഴയ്ക്കാണ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് നാടക നടനും സംവിധായകനുമായ തൊടുപുഴ ചാക്കപ്പൻ പറഞ്ഞു. എല്ലാ കാര്യത്തിലും നമ്പർ 1 ആണെന്ന് പറയുന്നത് നമ്മുടെ ഈ നാട്ടിലെ ചില അവസ്ഥകളും ചില സംഭവങ്ങളും ഒക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നിപ്പോകും. എത്ര പ്രതികരിക്കേണ്ടെന്ന് തോന്നിയാലും മനുഷ്യൻ പ്രതികരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഗതികെട്ട സാഹചര്യത്തിലൂടെയാണ് നമ്മളിന്ന് ജീവിക്കുന്നതെന്ന് ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഈ അടുത്ത നാളിൽ നമ്മുടെ തൊടുപുഴ മേഖലയിൽ തന്നെ റോഡുകളുടെ ശോചനീയാവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയിലല്ലേ കിടക്കുന്നത്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ആ ജോസ്കോ ജുവലറിയുടെ തൊട്ടപ്പുറയായിട്ട് ആ വളവിൽ 2 വലിയ കുഴിയുണ്ട്. ആ കുഴിക്കകത്ത് നമ്മുടെ ഒരു ചെറിയ സ്കൂട്ടറാണ്. ഈ വലിയ ബസ്സും ലോറിയൊക്കെ വന്ന് ഓൺ അടിച്ചോണ്ടിച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ പേടിച്ച് ആ ഓൺ ശബ്ദം കേട്ട് പേടിച്ച് നമ്മൾ സൈഡിലേക്ക് ഒതുക്കുക. അന്നേരം ഈ കുഴിയിലാണ് ചെന്ന് വീഴുന്നത്. അത് ഈ വെള്ളം കിടക്കുന്നത് കൊണ്ട് അത് കുഴിയാണോ പല കരിയിലേക്ക് കിടക്കുന്നതാണോ എന്നിട്ട് അറിയത്തുമില്ല. കുഴിയിൽ ചെന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നത്? ആയുസിൻ്റെ ബലം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ആ ചുങ്കം പള്ളിയിലേക്ക് തിരിയുന്നതിൻ്റെ ഇപ്പുറേ ആയിട്ട് അവിടെ ലെഫ്റ്റ് സൈഡിൽ 2 വലിയ കുഴികൾ. പള്ളിയിൽ പോയിട്ട് പള്ളിയിൽ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് രാത്രി പോയതാണ്. അവിടെ ആ കുഴിയിൽ ചെന്ന് വീണ് അവിടെയും വീഴാൻ തുടങ്ങിയത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണോ ആയുസിൻ്റെ ബലമാണോ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇതൊക്കെ ഇനി എന്ന് നന്നാകും? നമ്മുടെ നാട് ഇനി എന്നാണ് നന്നാകാൻ പോകുന്നത്? ആർക്കറിയാം? ഇത് ആരോട് പറയാനാ? പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് സഹിക്കുക അല്ലാണ്ട് മറ്റൊരു മാർഗമില്ലാണ്ട് മാറിയിരിക്കുകയാണ് നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥ. പരാതി ഉയരുമ്പോൾ ആർക്കു വേണ്ടി നേർച്ചയായി കുഴികളിൽ ടാർ മിശ്രിതം ഇടുന്നതല്ലാതെ കുഴികൾ നികത്തുവാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. തൊടുപുഴയിൽ സ്വകാര്യ ആശുപത്രികൾ വർദ്ധിച്ചതോടെ പൊതുമരാമത്ത് വകുപ്പിൽ ആളുകൾ കുഴിയിൽ വീണ് പരിക്കേൽക്കുന്നതിന് അവസരം ഒരുക്കുന്നതിന് ഉദ്യോഗസ്ഥരിൽ ചിലർ പരിശ്രമിക്കുന്നുണ്ടോ എന്ന സംശയവും ഉയർന്നിട്ടുണ്ട്. കുഴിയിൽ വീണ് പരിക്കേറ്റ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ലക്ഷങ്ങളുടെ വിവിധ പാക്കേജുകളാണ് സ്വകാര്യ ആശുപത്രികൾ നൽകുന്നത്. സർക്കാർ ആശുപത്രിയിലെത്തിയാൽ ഓർത്തോ വിഭാഗത്തിൽ 2 ഡോക്ടർമാരും എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഓപ്പറേഷൻ തിയേറ്ററും തൊടുപുഴയിൽ ഉണ്ടെങ്കിലും പരിക്കേറ്റവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുന്ന സാഹചര്യമാണ്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കേരള സർക്കാരിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിനായ വിമുക്തിയുടെ ഭാഗമായി നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും റോട്ടറി ഈസ്റ്റ് ഹിൽസ് ക്ലബ്ബും സംയുക്തമായി നെടുങ്കണ്ടത്ത് ലഹരിവിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് സബ് ഇൻസ്പെക്ടർ ലിജോ പി മാണി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. റാലി പടിഞ്ഞാറേക്കവല ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ശേഷം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. കേരള സർക്കാരിന്റെ ലഹരി വിരുദ്ധ ക്യാമ്പയിനായ വിമുക്തിയുടെ ഭാഗമായി നെടുങ്കണ്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജും റോട്ടറി ഈസ്റ്റ് ഹിൽസ് ക്ലബ്ബും സംയുക്തമായി നെടുങ്കണ്ടത്ത് ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. കിഴക്കേ കവലയിൽ നിന്നും ആരംഭിച്ച റാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രീമി ലാലിച്ചൻ ഉദ്ഘാടനം ചെയ്തു. പോലീസ് സബ് ഇൻസ്പെക്ടർ ലിജോ പി മാണി റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും റാലിയിൽ പങ്കെടുത്തു. നമ്മുടെ എല്ലാ ചിന്തകളെയും അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ ലഹരി വസ്തുക്കളും തന്നെ നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ ചിന്തകളെയും ബാധിക്കുന്നു. നല്ല ചിന്തകൾ ഉള്ളിടത്ത് മാത്രമേ നല്ല പ്രവൃത്തികളുള്ളൂ. നല്ല ചിന്തകൾ ഉള്ളിടത്ത് മാത്രമേ നല്ല ലീഡർമാരുള്ളൂ. നല്ല ലീഡർമാരാണ് നമ്മുടെ നാടിന് ആവശ്യം. പോളിടെക്നിക് കോളേജിലെ എല്ലാ കുട്ടികളും നല്ല ലീഡേഴ്സായി മാറും. അതിനായി ജീവിതത്തിൽ ഒരിക്കലും യാതൊരു വിധമായ ലഹരി വസ്തുക്കളും ഉപയോഗിക്കില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുക. നമ്മുടെ ഈ പരിപാടി കാണുകയും ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യുന്ന നല്ലവരായ നെടുങ്കണ്ടത്തെ നാട്ടുകാരോടുകൂടി 2 വാക്കുകൾ കൂടി പറഞ്ഞു കൊടുക്കാം.
നിങ്ങളുടെ മക്കൾ ഉപയോഗിക്കാത്ത, നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഒരു വസ്തുക്കളും നിങ്ങളുടെ കടകളിൽ വിൽക്കരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ കടയിൽ നിന്നല്ലെങ്കിൽ തീർച്ചയായിട്ടും മറ്റൊരു കടയിൽ നിന്നും അത് വാങ്ങിയിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. റാലി പടിഞ്ഞാറേക്കവല ബസ് സ്റ്റാൻഡിൽ സമാപിച്ച ശേഷം വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാർ ലഹരി വിരുദ്ധ സന്ദേശം നൽകി. കോളേജ് സ്റ്റാഫ് സെക്രട്ടറി എ നിഷാദ്, എക്സൈസ് ഇൻസ്പെക്ടർ എം ബി പ്രമോദ്, റോട്ടറി അസിസ്റ്റന്റ് ഗവർണർ പി കെ ഷാജി, സോജൻ കുര്യാക്കോസ്, ഷിജു ഉള്ളിരിപ്പിൽ, ആർ സജീവ്, പ്രിൻസിപ്പൽ അരുൺ തോമസ്, ബെറ്റ്സി ബാബു, എൻ ഡി ജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കോളേജ് വിദ്യാർത്ഥികൾ, വ്യാപാരി പ്രതിനിധികൾ, ക്ലബ്ബ് ഭാരവാഹികൾ, കോളേജ് അധികൃതർ തുടങ്ങിയവർ റാലിയിലും യോഗത്തിലും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. കാളിയാർ ഫൊറോന മാതൃവേദി വാർഷിക പ്രവർത്തന ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സെന്റ് റീത്താസ് പള്ളി പാരിഷ് ഹാളിൽ ചേർന്ന വാർഷിക യോഗം രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജൂലി ബാബു അധ്യക്ഷത വഹിച്ചു. കാളിയാർ ഫൊറോന മാതൃവേദി വാർഷിക പ്രവർത്തന ഉദ്ഘാടനവും പുതിയ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞയും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. സെന്റ് റീത്താസ് പള്ളി പാരിഷ് ഹാളിൽ ചേർന്ന വാർഷിക യോഗം രൂപത ഡയറക്ടർ ഫാദർ ഡോക്ടർ ആന്റണി പുത്തൻകുളം ഉദ്ഘാടനം ചെയ്തു. അമ്മമാരെ പറ്റിയും സ്ത്രീകളെ പറ്റിയും ഒക്കെ ഒരുപാട് കവിതകളും സംഗീതങ്ങളും ഒക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഇത് തന്നെയാണ്. സന്തോഷത്തിൻ്റെ കെടാവിളക്കുകളായി തീരുന്ന ഒരനുഭവമായിരിക്കട്ടെ ഈ മാതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളതാ പറയുക. ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ഇന്നലെയായിരുന്നു, മിനിങ്ങാന്നായിരുന്നു. ആ മിനിങ്ങാന്ന് ആചരിച്ച തിരുനാളിന് നമ്മളെല്ലാവരും നമ്മുടെ വികാരിയച്ഛന്മാരെ മാത്രമല്ല എല്ലാ വൈദികരെയും ഓർക്കുകയുണ്ടായി. ജോൺ മരിയ വിയാനി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതിപ്രകാരമാണ്: ദൈവസ്നേഹത്തിൽ കഴിയുന്ന ഹൃദയത്തിന് മാത്രമേ ആനന്ദമുണ്ടാവുകയുള്ളൂ. ആനന്ദം ഉണ്ടാകുന്ന ദൈവസ്നേഹത്തിൽ കഴിയുന്ന ഹൃദയത്തിന് മാത്രമേ, ആ ഹൃദയത്തിൽ എപ്പോഴും ആനന്ദമാണെന്ന് പറയുക. യൂണിറ്റ് പ്രസിഡന്റ് ജൂലി ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫൊറോന ഡയറക്ടർ ഫാദർ ജോസഫ് മുണ്ടുനടയിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. വണ്ണപ്പുറം ടൗൺ പള്ളി വികാരി റവറൻ ഡോക്ടർ ജിയോ തടിക്കാട്ട്, കൊടിവേലി ലിറ്റിൽ ഫ്ലവർ ഇടവക വികാരി ഫാദർ ജോൺ തലച്ചിറ CMI എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. രൂപത അനിമേറ്റർ സിസ്റ്റർ ആനി തെരസ് CHF, ഫൊറോന അനിമേറ്റർ സിസ്റ്റർ ജസ്ലറ്റ് SD, രൂപത പ്രസിഡന്റ് ജാൻസി മാത്യു എന്നിവർ ആശംസകൾ അറിയിച്ചു. യൂണിറ്റ് സെക്രട്ടറി ഷിബി ജോൺസൺ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ ജോയിന്റ് സെക്രട്ടറി ജാൻസി ജോസ് കൃതജ്ഞത അറിയിച്ചു. തുടർന്ന് സമ്മാനദാനവും വിവിധ ഇടവക യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികളും നടത്തി. പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്ക് ഇരയായവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊടുപുഴ ടൗണിൽ പ്രതിഷേധ റാലിയും ഗാന്ധി സ്ക്വയറിന് സമീപം മുനിസിപ്പൽ മൈതാനത്ത് പൊതുസമ്മേളനവും നടത്തി. PFC സംസ്ഥാന പ്രസിഡന്റ് തോംസൺ വി ജോഷ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പാസ്റ്റേഴ്സ് ഫെഡറേഷൻ ഓഫ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഭാരതത്തിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന പീഡനങ്ങൾക്ക് ഇരയായവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊടുപുഴ ടൗണിൽ പ്രതിഷേധ റാലിയും ഗാന്ധി സ്ക്വയറിന് സമീപം മുനിസിപ്പൽ മൈതാനത്ത് പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു.
ആ മതം പ്രചരിപ്പിക്കുവാനും സ്വാതന്ത്ര്യം മതേതരത്വ ഇന്ത്യയിൽ മതപീഡനങ്ങൾക്ക് എതിരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന മതപീഡനങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് ഹൃദയഭാഗത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും സന്നിധാനിക്കുന്ന മുനിസിപ്പൽ PFC സംസ്ഥാന പ്രസിഡന്റ് തോംസൺ വി ജോഷുവ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മൾ പോകേണ്ട സ്ഥാനത്ത്, നമ്മൾ നിൽക്കേണ്ട സ്ഥലത്ത് നമ്മൾ പോകാതിരുന്നപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ അവിടെ കടന്നുപോയി അവർ ദൈവമേൽപ്പിച്ച ദൗത്യം ചെയ്തപ്പോൾ ഉണ്ടായ ചില വിഷയങ്ങൾ, ചിലർ ജയിലിനുള്ളിലാണ്, ചിലർ വളരെ ഭാരത്തോടുകൂടി ആണ് നിൽക്കുന്നത്. നാളെ ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം, അല്ലെങ്കിൽ അവരുടെ ആരാധന നിർത്തലാക്കാം. നോക്കുക, നമ്മളിവിടെ എത്ര അസ്വസ്ഥമായിട്ടിരിക്കുന്നു, എത്ര സുരക്ഷിതമാണ് നമ്മൾ. പക്ഷെ നമ്മുടെ സഹോദരങ്ങൾ അവിടെ സുരക്ഷിതമല്ല. ഈ സമയത്ത് മൊർദെഖായി പറഞ്ഞ പോലെ നീ മിണ്ടാതിരുന്നാൽ അവർക്ക് രക്ഷ മറ്റൊരു സ്ഥലത്ത് നിന്ന് വരാം. പക്ഷെ നമ്മുടെ കാര്യമോ? ഇന്ന് പകൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം ഏറ്റെടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അത് വെറുതെയില്ല. നമ്മൾ പോകാതെ നമുക്ക് വേണ്ടി അവിടെ സേവനം ചെയ്യുന്ന, ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസന്മാരുടെ കുടുംബങ്ങൾ നമ്മുടെ ഈ ദേശത്തുണ്ട്. പാസ്റ്റർ സുരേഷ് പനക്കാമുറി യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റർ വിജയകുമാർ സ്വാഗതം ആശംസിച്ചു. പാസ്റ്റർ അനിൽ കൊടുത്തോട്ടം മുഖ്യ സന്ദേശം നൽകി. യോഗത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് പാസ്റ്റർമാരായ ജോർജ്, എബ്രാഹാം റാൽ, TK രാജൻ, TC മാത്യു, ബേബി ഐസക്, അജിത് കുമാർ, പീറ്റർ ജോർജ്, അനിൽകുമാർ MI എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പണികളിൽ വൻ അഴിമതിയുള്ളതായി ആരോപണം. മാസങ്ങൾക്ക് മുൻപ് പൈപ്പുകൾ സ്ഥാപിച്ചതിലും ഇപ്പോൾ നടക്കുന്ന കോൺക്രീറ്റ് ജോലികളിലും ക്രമക്കേട് നടക്കുന്നതായാണ് ആരോപണമുള്ളത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ നടക്കുന്ന ജൽജീവൻ മിഷന്റെ പ്രവർത്തനങ്ങളിലാണ് അഴിമതിയുള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പണികൾ തികച്ചും ഗുണമേന്മയില്ലാത്ത വിധത്തിലാണ് നടക്കുന്നത്. വൃത്തിയായി ടാറിംഗ് പൂർത്തീകരിച്ച റോഡിന്റെ വശങ്ങളിൽ കൂടി ട്രഞ്ച് വെട്ടി പൈപ്പുകൾ സ്ഥാപിച്ചാൽ അതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പാക്കണമെന്ന വ്യവസ്ഥയുണ്ട്. എന്നാൽ കൊന്നത്തടി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ നടക്കുന്ന ഈ പ്രവർത്തനങ്ങൾ യാതൊരു ഗുണമേന്മയും ഇല്ലാത്ത വിധം ആണെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വേണ്ടത്ര സിമന്റ് ചേർക്കാതെയും മെറ്റൽ നാമമാത്രമായി ഉപയോഗിച്ച ശേഷം പാറപ്പൊടി കൂടുതലായി ചേർക്കുന്നതും ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഇടപെട്ട് ജോലികൾ തടഞ്ഞുവെച്ചു. 1 മീറ്റർ ആഴത്തിൽ ട്രെൻഡ് സ്ഥാപിച്ചു വേണം പൈപ്പിടാൻ എന്നും മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ജൽജീവൻ മിഷനിൽ നടക്കുന്നത് വലിയ അഴിമതിയാണ്. CPM ഭരിക്കുന്ന കൊന്നത്തടി പഞ്ചായത്തിലാകട്ടെ ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്ന ഒരു ഭരണസമിതിയാണ് ഉള്ളത്. 1 മീറ്റർ താഴത്തിൽ പൈപ്പിടേണ്ടടുത്ത് വെറും 30 സെന്റിമീറ്ററാണ് താത്തിയിടുന്നത്. റോഡുകൾ മൊത്തം കുത്തിപ്പൊളിച്ചിട്ട് 15 സെന്റിമീറ്റർ കനത്തിൽ കോൺക്രീറ്റ് ചെയ്യേണ്ടടുത്ത് ഇവർ വെറും 8 സെന്റിമീറ്ററാണ് കനമാണ് കൊടുക്കുന്നത്. ഇതിനുപയോഗിക്കുന്ന നിർമ്മാണ സാമഗ്രികളാകട്ടെ വളരെ ലോ ക്വാളിറ്റിയിലുള്ള സാമഗ്രികൾ ഉപയോഗിച്ചാണ് ഇവർ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു സൈറ്റ് സൂപ്പർവൈസർ ഇല്ല, ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരില്ല. ഇവിടെയുള്ള സൂപ്പർവൈസർ എല്ലാം മന്ത്രിയുടെ പാർട്ടിയുടെ അനുയായികൾ മാത്രമാണുള്ളത്. ഇത് മുഴുവൻ അഴിമതിയാണ്. മണ്ണിട്ട് മൂടിയ ഭാഗത്ത് 15 സെന്റിമീറ്ററിൽ കുറയാത്ത ഘനത്തിൽ കോൺക്രീറ്റ് ചെയ്യണമെന്നുമാണ് വ്യവസ്ഥ. എന്നാൽ പലയിടത്തും 1.5 അടി മാത്രം ആഴത്തിൽ പൈപ്പിട്ട ശേഷം 7-8 സെന്റിമീറ്റർ ഘനത്തിൽ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് പൊതുപ്രവർത്തകൻ മനീഷ് മോഹനൻ ആരോപിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാൻ ജലസേചന വകുപ്പിന്റെയോ പഞ്ചായത്തിന്റെയോ സാങ്കേതിക വിഭാഗത്തിൽപ്പെട്ടവർ ആരുമില്ല. ഭരണകക്ഷിയിൽപ്പെട്ട ചില ആളുകളുടെ നിയന്ത്രണത്തിൽ മാത്രമാണ് കാര്യങ്ങൾ നീങ്ങുന്നതെന്നും ആരോപണമുണ്ട്. കമ്പളികണ്ടത്തെ മിനി സ്റ്റേഡിയത്തിൽ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടിറക്കിയതോടെ വാഹനങ്ങൾ ഓടി ചെളിയുണ്ടായതിനാൽ പ്രദേശത്തെ യുവാക്കളുടെ കായിക വിനോദങ്ങൾക്കും തടസ്സമായി. കൊന്നത്തടിയിലെ ജൽജീവൻ മിഷൻ പ്രവർത്തനങ്ങളിൽ അധികൃതരുടെ ഇടപെടലും അന്വേഷണവും ഉണ്ടാവണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിൽ വാഹനയാത്ര ദുരിതമാകുന്നു. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മുതൽ പഴയരിക്കണ്ടം വരെയുള്ള റോഡിലാണ് വാഹനയാത്ര ദുരിതമാകുന്നത്. ഹൈറേഞ്ച് ലോ റേഞ്ചുകളെ തമ്മിൽ ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമാണ്. എന്നാൽ അധികൃതരുടെ അവഗണനയിൽ ഈ പാതയിലൂടെയുള്ള വാഹനയാത്ര ദുരിതമാവുകയാണ്.
തള്ളക്കാനം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള 5 കിലോമീറ്റർ 3 കോടി രൂപയ്ക്ക് 3 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കിയതാണ്. ആ ഭാഗത്താണ് വാഹനയാത്ര ഇന്ന് ദുരിതമായിരിക്കുന്നത്. മധുര സംസ്ഥാന പാതയുടെ ഭാഗമായി ചേലച്ചൂട് വണ്ണപ്പുറം റോഡിന്റെ തള്ളക്കാനം മുതൽ പഴയരിക്കണ്ടം മേഖല വരെയുള്ള റോഡിന്റെ ഭാഗം താറുമാറായി സ്ഥിതിയാകുന്നുള്ളത്. 3 വർഷം മുമ്പ് 3.5 കോടി രൂപ മുടക്കി പൂർത്തീകരിച്ച റോഡാണിത്. ദിനംപ്രതി ചെറുതും വലുതുമായി നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന സംസ്ഥാന പാതയുടെ തള്ളക്കാനം മുതൽ പഴയരിക്കണ്ടം വരെയുള്ള ഭാഗത്ത് 2 കലിങ്കുകൾ ഗർത്തം രൂപപ്പെട്ടതിനെ തുടർന്ന് PWD വകുപ്പിനെ അറിയിച്ചു. എങ്കിലും അധികാരികൾ റിബൺ വലിച്ചു കെട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. BMBC നിലവാരത്തിൽ ചേലച്ചൂട് വണ്ണപ്പുറം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നിരവധി പ്രഖ്യാപനം നടത്തിയെങ്കിലും നാളിതുവരെയായും ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും ആരോപണമുയർന്നു. അടിയന്തരമായ റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിച്ച് വാഹനയാത്രികർക്ക് സുരക്ഷ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കുമളി അട്ടപ്പള്ളത്ത് സാമൂഹ്യ വിരുദ്ധർ 1.5 ഏക്കറിലെ ഏലച്ചെടികളുടെ ശരങ്ങൾ വെട്ടി നശിപ്പിച്ചു. അട്ടപ്പള്ളം കരുവേലിപ്പടി വലിയ പറമ്പിൽ ജയകൃഷ്ണന്റെ ഏലത്തോട്ടത്തിലാണ് സംഭവം. കുമളി പോലീസിൽ പരാതി നൽകി. അട്ടപ്പള്ളം കരുവേലിപ്പടി ജയകൃഷ്ണന്റെ 1.5 ഏക്കർ സ്ഥലത്ത് ഏകദേശം 100-110 ഏലച്ചെടികളിലെ ശരങ്ങളാണ് വെട്ടിമുറിച്ച നിലയിൽ കാണപ്പെട്ടത്. കുറച്ചല്ല വെട്ടിയൊക്കെ നിരത്തി വെട്ടിയിരിക്കുക. അപ്പം പോലീസുകാർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, വെട്ടിയ ശരം കുറേ എല്ലാം വാരി ചാക്കിനകത്താക്കാൻ പറഞ്ഞു. ചാക്കിനകത്ത് കുറേ വാരിയിട്ട് 10 ചെടി വാരിയപ്പോൾ തന്നെ ചാക്ക് നിറഞ്ഞു. പിന്നെ പാരാൻ പറ്റത്തില്ല, രാത്രിയല്ലേ. അത് കഴിഞ്ഞിട്ട് വാരിയ ചാക്കിനകത്തെ ശരവും കൊണ്ട് പിന്നെയും പോയി പോലീസ് സ്റ്റേഷനിൽ. അവിടെ ചെന്ന് സാറ് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പറഞ്ഞു, ഇനി നിങ്ങൾ ഇതെടുത്ത് വെച്ചോ, നമുക്ക് നാളെ 10 മണിയാകുമ്പോൾ ഞങ്ങൾ വരാം, വന്ന് ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. അപ്പം ഇന്ന് രാവിലെ 7 മണിയായപ്പോഴേ എൻ്റെ മോൻ വന്ന് ഇങ്ങോട്ട് പറമ്പിലോട്ട്. ഇപ്പോൾ ഒരു 100-110 ചെടിയോളം ഇങ്ങനെ വെട്ടി അരിഞ്ഞ് കളഞ്ഞേക്കുവാ. കഴിഞ്ഞ രാത്രിയിലാണ് സംഭവം. വെട്ടിയ ശരങ്ങൾ ഓരോ ഏലച്ചൂട്ടിൽ തന്നെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. പക്ഷേ ആരാണ് ചെയ്തതെന്നോ എന്തിനു ചെയ്തെന്നോ വ്യക്തമല്ല. എന്തായാലും കുടുംബത്തിന്റെ വർഷങ്ങളുടെ അധ്വാനമാണ് നഷ്ടപ്പെട്ടത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പ്രദേശത്ത് മുൻപ് ഉണ്ടായിട്ടില്ലെങ്കിലും ഏലക്ക മോഷണം സ്ഥലത്ത് പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. വിഷയത്തിൽ ജയകൃഷ്ണൻ കുമളി പോലീസിൽ പരാതി നൽകി. സ്ഥല ഉടമ പ്രദേശത്ത് CCTV സ്ഥാപിക്കും. ന്യൂസ് ബ്യൂറോ, കുമളി. ചന്ദനം മുറിച്ചു കടത്തുന്നതിനിടെ തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 2 പേർ കുമളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായി. തമിഴ്നാട് തിരുപ്പൂർ ചന്ദ്രപുരം സ്വദേശി മാരിമുത്തു, കുമളി മുരിക്കടി ആശാരിപ്പറമ്പിൽ പ്രശാന്ത് എന്നിവരെയാണ് വനപാലക സംഘം പിടികൂടിയത്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കുമളി ഫോറസ്റ്റ് റേഞ്ചിന് കീഴിൽ വീണ്ടും ചന്ദനക്കടത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. മുൻപ് പിടിക്കപ്പെട്ട ചന്ദനക്കടത്ത് കേസുകൾക്ക് സമാനമായി കഴിഞ്ഞ ദിവസം പിടികൂടിയ ചന്ദനക്കടത്ത് കേസിലും അന്തർ സംസ്ഥാന സാന്നിധ്യമുള്ളത് ചന്ദനക്കടത്ത് മാഫിയകളിലേക്കാണ് വിരൽ ചൂണ്ടപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിയോടുകൂടിയായിരുന്നു കുമളി മുരിക്കടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലെ 3 ചന്ദനമരങ്ങൾ മോഷണം പോയതായി അറിഞ്ഞിരുന്നത്. തുടർന്നാണ് മുറിച്ചുമാറ്റിയ ചന്ദനമര കഷ്ണങ്ങൾ കടത്തുവാൻ ശ്രമിക്കവേ പ്രതികൾ വൈകിട്ട് 4 മണിയോടുകൂടി കുമളി ഫോറസ്റ്റ് റേഞ്ച് വനപാലകരുടെ പിടിയിലാകുന്നത്. തമിഴ്നാട് തിരുപ്പൂർ ചന്ദ്രപുരം സ്വദേശി മാരിമുത്തു, കുമളി മുരിക്കടി സ്വദേശി പ്രശാന്ത് എന്നിവരെയാണ് വനപാലകർ പിടികൂടുന്നത്. ഇതിൽ തമിഴ്നാട് സ്വദേശി മാരിമുത്തു മുൻപ് കുമളി തേക്കടി പ്രദേശങ്ങളിൽ നിന്നും ചന്ദനം മുറിച്ചു കടത്തിയ കേസുകളിൽ പ്രതിയാണ്. കുമളി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ റോയി രാജൻ, ഷിനോജ് മോൻ, ആർ പ്രമോദ്, ദിനേശ്, റെജിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമാണ് ചന്ദനക്കടത്ത് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കുമളി. മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. തൊടുപുഴ DYSP PK സാബു ഉദ്ഘാടനം നിർവഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ് തെങ്ങനാക്കുന്നേൽ SH സംസാരിച്ചു. PTA പ്രസിഡന്റ് റോജി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. മൂലമറ്റം സെന്റ് ജോർജ് UP സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെയും വിവിധ ക്ലബ്ബുകളുടെയും ഉദ്ഘാടനം നടത്തി. തൊടുപുഴ DYSP PK സാബു ഉദ്ഘാടനം നിർവഹിച്ചു. രംഗം എന്താണ്? വിദ്യ തന്നെയാണ് അല്ലേ? നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം, വിദ്യാധനം സർവധനാൽ പ്രധാനം. ഏറ്റവും വിശിഷ്ടമായ ധനം എന്ന് പറയുന്നത് എന്താണ്? വിദ്യയാണ് അല്ലേ? അത് നമ്മളിപ്പോൾ 100 പവനുണ്ടെങ്കിൽ ചിലപ്പോൾ കള്ളന്മാർ നമ്മൾ തലക്കടിച്ച് വീഴ്ത്തിയിട്ടോ വീട് കുത്തി തുറന്നൊക്കെ അതെടുത്തോണ്ട് പോകാം. പക്ഷേ ഈ വിദ്യ എന്ന ധനം നമ്മുടെ ആത്മാവിൽ, ഹൃദയത്തിൽ നാം സൂക്ഷിച്ചു വെച്ചാൽ അത് ആർക്കും മോഷ്ടിക്കാൻ പറ്റില്ല അല്ലേ? മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുത്തുകൊണ്ട് കൂടുതൽ കൂടുതൽ തിളക്കമുള്ള വ്യക്തിത്വമായി സമൂഹത്തിന് ഒരു ഗുരുവായി എല്ലാം പരിണമിക്കാൻ നിങ്ങൾ വിദ്യ സഹായിക്കുന്നു. PTA പ്രസിഡന്റ് റോജി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ഗ്രേസ് തെങ്ങനാക്കുന്നേൽ SH, ഫ്രാൻസിസ് കരിമ്പാനി,
റോയ് ജെ കലറങ്ങാട്ട്, ജോയി കിഴക്കൽ, ജിനു സെബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മൂവാറ്റുപുഴ ഉപജില്ലയിൽ സ്ട്രീം ലാബ് പദ്ധതിക്ക് തുടക്കമായി. പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. 15 ലക്ഷം രൂപ ചിലവിൽ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിച്ച ലാബിൽ ശാസ്ത്രരംഗത്ത് മികവ് തെളിയിച്ച ഉപജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒഴിവ് സമയങ്ങളിൽ ക്ലാസ് നൽകും. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് അഭിരുചിയുള്ള കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സഹകരണത്തോടെ സമഗ്ര ശിക്ഷ കേരള മൂവാറ്റുപുഴ BRCയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്ട്രീം ലാബിന്റെ ഉദ്ഘാടനം നടത്തി. പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് MS അലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാൻഡി എബ്രഹാം അധ്യക്ഷത വഹിച്ചു. 15 ലക്ഷം രൂപ ചെലവിൽ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച ലാബിൽ ശാസ്ത്രരംഗത്ത് മികവ് തെളിയിച്ച ഉപജില്ലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട UP ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഒഴിവ് സമയങ്ങളിൽ ക്ലാസ് നടക്കും. ഇതിനുവേണ്ടി പരിശീലനം നേടിയ പ്രത്യേകം കോർഡിനേറ്ററെയും നിയമിച്ചിട്ടുണ്ട്. BPC ആനി ജോർജ് പദ്ധതി വിശദീകരണം നടത്തി. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നെജി ഷാനവാസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റിയാസ് ഖാൻ, PTA പ്രസിഡന്റ് ഹസീന ആസിഫ്, SMC ചെയർമാൻ നാസർ ഹമീദ്, പ്രിൻസിപ്പൽ സന്തോഷ് TB, ഹെഡ് മിസ്ട്രസ് സഫീന A, സ്ട്രീം കോർഡിനേറ്റർ അജിത് V അനിൽ, CRC കോർഡിനേറ്റർമാരായ നിധി ചെല്ലപ്പൻ, അഹല്യമോൾ MP, അധ്യാപകരായ റഹ്മത്ത് PM, സബിത PE, സിനി ഇജി, ഗീതു G നായർ, നൌഫൽ KM എന്നിവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറേറ്റിന് മുൻപിൽ ദ്വിദിന സത്യാഗ്രഹ സമരം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പ്രസിഡന്റ് AD റാഫേൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. സത്യാഗ്രഹത്തിന് മുന്നോടിയായി കാക്കനാട് ഓപ്പൺ സ്റ്റേജിൽ നിന്നും 1000 പേരുടെ പ്രതിഷേധ പ്രകടനവും ഉണ്ടായിരുന്നു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങൾക്ക് മുന്നിൽ നടത്തപ്പെടുന്ന ദ്വിദിന സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി ആദ്യ ദിനത്തിൽ ജില്ലാ കളക്ടറേറ്റിന് മുൻപിൽ സമരം സംഘടിപ്പിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കുടിശ്ശികയായ 6 ഗഡു ക്ഷാമാശ്വാസം അനുവദിക്കുക, മെഡിസെപ് ഓപ്ഷൻ അനുവദിക്കുക, അപാകതകൾ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് KSSPA എറണാകുളം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിന് മുൻപിൽ സത്യാഗ്രഹം നടത്തിയത്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം അട്ടിമറിക്കാനുള്ള ഉൾപ്പെടെയുള്ള നടപടികൾ ഏറ്റവും വലിയ പ്രശ്നമായത് പങ്കാളിത്ത പെൻഷൻ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ട് ഒഴിവാക്കി. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം മുമ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരായിട്ടുള്ള പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞത് ഈ പങ്കാളിത്ത പെൻഷൻ അവസാനിപ്പിക്കുമെന്നാണ്. 10 വർഷക്കാലമാണ്. എന്തുകൊണ്ട് അവസാനിപ്പിക്കാത്തത്? തെരഞ്ഞെടുപ്പിൽ സർക്കാർ ജീവനക്കാർ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം ഉയർത്തിയ ഏറ്റവും വലിയ ആവശ്യമായിരുന്നില്ലേ പങ്കാളിത്ത പെൻഷൻ ഒഴിവാക്കുമെന്നുള്ളത്? അത് ഒഴിവാക്കിയിട്ടില്ല. റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ അവരുടെ ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാൻ ഈ സർക്കാരിന് കഴിയാതിരിക്കുന്നത് എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജില്ലാ പ്രസിഡന്റ് AD റാഫേൽ അധ്യക്ഷത വഹിച്ചു. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KV മുരളി, ജില്ലാ സെക്രട്ടറി CA അലിക്കുഞ്ഞ്, TS രാധാമണി, സക്കീർ ഹുസൈൻ, OM തങ്കച്ചൻ, ഷബീബ് എവറസ്റ്റ്, VM നാസർ ഖാൻ, VT പൈലി, മാത്യു ഫിലിപ്പ്, KM റെജീന, VV ഐസക്, ബേബി ജോർജ്, PK ബിനു എന്നിവർ പങ്കെടുത്തു. സത്യാഗ്രഹത്തിന് മുന്നോടിയായി കാക്കനാട് ഓപ്പൺ സ്റ്റേജിൽ നിന്നും 1000 പേരുടെ പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പിണറായി ഭരണം വരേണ്യ വർഗത്തിനു വേണ്ടി മാത്രമാണെന്ന് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ K ദീപക് പറഞ്ഞു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ദ്വിദിന സത്യാഗ്രഹ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തൊടുപുഴ ടൗണിലും സമീപ പ്രദേശങ്ങളിലും റോഡിലെ കുഴികൾ അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇരുചക്ര വാഹന യാത്രക്കാർ അപകടത്തിൽപ്പെടുകയാണ്. ഇടുക്കി കൊന്നത്തടി പഞ്ചായത്തിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ പണികളിൽ വൻ അഴിമതിയുള്ളതായി ആരോപണം. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ കഞ്ഞിക്കുഴി മുതൽ പഴേരിക്കണ്ടം വരെയുള്ള റോഡിൽ വാഹനയാത്ര ദുരിതമാകുന്നു.
ചന്ദനം മുറിച്ചു കടത്തുന്നതിനിടെ തമിഴ്നാട് സ്വദേശി ഉൾപ്പെടെ 2 പേർ കുമളി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ പിടിയിലായി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.